ഹലോ ഗായ്സ്, മീ ആൻഡ് മൈ കിഡ്സിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകുന്നേരം ഉറുമ്പരിച്ച് മുറ്റത്ത് കിടന്ന ഒരു അണ്ണാറക്കണ്ണനാണ് കേട്ടോ. ഞാനതിനെ എടുത്ത് ഉറുമ്പിനെയൊക്കെ മാറ്റി ഈ ബേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടത്തി. അതാണെങ്കിലോ വെപ്രാളം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. വിശന്നിട്ടാണെന്ന് പറഞ്ഞിട്ട് അമ്മൂട്ടൻ അതിന് ബിസ്ക്കറ്റൊക്കെ പൊടിച്ചു കൊടുത്തു. പക്ഷേ അതൊന്നും നോക്കിയില്ല. അതിനുശേഷം ചെറിയ ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടത്തി. അപ്പോഴും അതിങ്ങനെ പരതുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അമ്മയായിരിക്കും, അല്ലെങ്കിൽ വിശന്നിട്ടായിരിക്കും. എന്തായാലും ഞാൻ ഇത്തിരി പാലെടുത്ത് തിളപ്പിച്ച് വെച്ചു കേട്ടോ. അതിനുശേഷം അവനെ ഞാൻ എൻ്റെ കൈവെള്ളയിലേക്ക് പിടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു അണ്ണാറക്കണ്ണനെ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പേടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ അവനെ എൻ്റെ കൈവെള്ളയിൽ ഇങ്ങനെ പിടിച്ചു. അതിനുശേഷം ഇതിനെങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മൊബൈലിൽ സെർച്ച് ചെയ്തു. അപ്പോഴാണ് ചെറിയൊരു സിറിഞ്ചിൻ്റെ ഉള്ളിൽ പാല് കൊടുക്കുന്നത് കണ്ടത്. ഞാനും ഒരു സിറിഞ്ച് എടുത്ത് അവന് പതിയെ ഫീഡ് ചെയ്യാൻ തുടങ്ങി. അവൻ വളരെ ആർത്തിയോടുകൂടിയാണ് കേട്ടോ ആ പാലൊക്കെ കുടിച്ചത്. കണ്ടില്ലേ എന്തൊരാർത്തിയാന്ന് നോക്കിയേ. അവന് ഒരുപാട് വിശന്നിരുന്നു എന്നുള്ളത് സത്യമാണ് കേട്ടോ. അങ്ങനെ പാല് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് നന്നായിട്ട് ക്ഷീണം വന്നു, ഉറക്കം വന്നു. അപ്പോൾ മക്കൾ പറഞ്ഞു, ഞങ്ങളെ ഉറക്കുന്ന പാട്ടൊന്ന് പാടിക്കൊടുക്കൂ അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് വേണ്ടി ഒരു പാട്ട് പാടി. ഓമന തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ പവിഴ കൊടിയോ ചേരു തത്തകൾ കൊഞ്ചും മൊഴിയോ. അങ്ങനെ അണ്ണാറക്കണ്ണൻ ഉറങ്ങി. ഞങ്ങൾ അവന് കുട്ടാപ്പി എന്നാണ് കേട്ടോ പേരിട്ടത്. അപ്പോൾ ഈ കുട്ടാപ്പിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കൂ.